തസ്നീത, അപ്പൊ അന്ന് നമ്മൾ കണ്ടിട്ട് ഇപ്പൊ ഒരു ഗ്യാപ്പിന് ശേഷം വീണ്ടും കണ്ടു. ഒരുപാട് സന്തോഷം ഏറ്റവും പുതിയ വിശേഷം അറിഞ്ഞതിൽ. തസ്നീത തന്നെ പറയാം, എന്താണ് നമ്മുടെ ഏറ്റവും പുതിയ വിശേഷം? ഇതൊരു പുതിയ വിശേഷമല്ല, എന്നാലും ഒരു പുതിയ വിശേഷമാണ്. അതെ അതെ, ഒരു ഷോർട്ട് ഫിലിം ഞാൻ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത് ശരിക്കും ഒരു 2 വർഷത്തോളമായി ഉണ്ടായിരുന്നു. അതിങ്ങനെ കാണാൻ വ്യൂവേഴ്സ് ഇല്ലാത്തൊരു വേറൊരു ചാനലായിരുന്നു എടുത്തിരുന്നത്. പക്ഷേ വ്യൂവേഴ്സ് വളരെ കുറവായിരുന്നു. അപ്പം നമ്മൾ ഓർത്ത് കുറച്ച് പ്രമോഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണുന്നവരൊക്കെ നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു തുടങ്ങി. അഭിപ്രായങ്ങൾ പറഞ്ഞു തുടങ്ങിയപ്പോൾ വിചാരിച്ചു, ഇനി നമുക്ക് നല്ല പുതിയതായിട്ടൊന്ന് ഇതൊന്ന് പൊടി തട്ടിയെടുത്ത് കൂടുതൽ പേരിലേക്കൊന്ന് എത്തിക്കണം എന്നുള്ളൊരു മോഹം തോന്നി മനസ്സിൽ. അങ്ങനെ ആണ് നമുക്കത് ചെയ്യാനുള്ള പുറപ്പാടോടുകൂടി ഞങ്ങൾ ഇരിക്കുകയാണ് ഇപ്പോൾ. അതെ, ഞാൻ കണ്ടിരുന്നു, പറയാതിരിക്കാൻ വയ്യ. സന്ധ്യയുടെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു. ഒരു മോഡലാണെന്ന് എനിക്കറിയാം, ബട്ട് ഫസ്റ്റ് ടൈം ആണ് ആക്ട് ചെയ്യുന്നതെന്ന് ഒരിക്കലും കണ്ടാല് പറയില്ല. അത്ര അടിപൊളിയായിരുന്നു. അപ്പൊ ഈ ഒരു റോൾ, നമ്മുടെ ഷോർട്ട് ഫിലിമിന്റെ പേര് പറഞ്ഞിട്ടില്ലല്ലോ, ഇസ്തിരി. അതെ, അപ്പൊ ഈ ഒരു എന്താ പറയാ, ആ ഒരു സ്റ്റാർട്ടിങ് പോർഷൻ ഒക്കെ തേച്ചുകൊണ്ടിരിക്കുന്നത് അതൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഒരു മോഡൽ ആയിട്ടുള്ള ആളുടെ ഒരു പോഷ് ലുക്കും ഇല്ലാണ്ട് ആ ഒരു ക്യാരക്ടറിനോട് ഭയങ്കരമായിട്ട് അഡാപ്റ്റ് ചെയ്തല്ലേ, ഒരു സാധാരണക്കാരിയായിട്ട് പറയുന്ന പോലെ അതനുസരിച്ച് ചെയ്തു. ഞാനും സന്ധ്യക്ക് ഓരോ കാര്യങ്ങൾ സീൻ ബൈ സീൻ പറഞ്ഞു കൊടുക്കുമ്പോഴും അത് ഉൾക്കൊണ്ട് ഭയങ്കര ഡെഡിക്കേഷൻ ആയിരുന്നു പുള്ളിക്കാരി തലേന്ന് തന്നെ ഹാഫ് സാരി ബ്ലൗസ് ഇതായിരുന്നു കോസ്റ്റ്യൂം. പക്ഷെ കുറച്ച് പഴയതുപോലെയുള്ള കോസ്റ്റ്യൂമാണെന്നുള്ളത്. അപ്പം അത് ഒക്കെ ഇട്ടിട്ട് പുള്ളിക്കാരി അതൊക്കെ റെഡിയാക്കി മാക്സിമം ഡള്ളാക്കാൻ ശ്രമിച്ചു. അപ്പം അത് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. അപ്പം മനസ്സിലായോ, ചിലവർക്ക് നമ്മൾ എത്ര പറഞ്ഞാലും അഭിനയിക്കാത്തവർ ഒരുപാട് പേരുണ്ടല്ലോ. ഇത് ഒന്നും അഭിനയിക്കാൻ ക്യാമറയുടെ മുമ്പിൽ ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല. ആ ഒരു കുട്ടിക്ക് നമ്മൾ വന്നിട്ട് പറഞ്ഞു കൊടുക്കുമ്പം അതനുസരിച്ച് ചെയ്തപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. പിന്നെ നമ്മളത് ശരിയാക്കി എടുത്തോണ്ട് അത് വിജയിക്കാൻ പറ്റി. ആ ക്യാരക്ടർ കണ്ടവരൊക്കെ നല്ല അഭിപ്രായം പറയുന്നുണ്ടായിരുന്നു. അതെ, ഈ ധാവണി അങ്ങ് ഇഷ്ടപ്പെട്ടോ ശരിക്കും? ജസ്റ്റ് വെറുതെ ഇന്നലെ വന്നതാ, വേറെ സാരിയാ ചെയ്തത്. ഞാൻ ഇതിനകത്ത് ഷോർട്ട് ഫിലിമിനകത്ത് കണ്ടപ്പോഴത്തേക്ക് ഫുള്ള് ധാവണിയൊക്കെ ഇട്ട് നാടൻ കുട്ടിയാ. മോഡലാന്നൊക്കെ അറിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ മോഡേൺ ആയിട്ട് കാണാലോ എന്ന് വെച്ച് വന്നപ്പോഴത്തേക്ക് ആ ആള് തന്നെ സന്ധ്യ ഭയങ്കര മോഡേൺ ഡ്രസ്സൊക്കെ ഇടുന്ന ഒരാളാണ്. അപ്പൊ ഇപ്പൊ ഞാനും പറഞ്ഞു, ഇത് ധാവണിയിലാണല്ലോ വന്നിരിക്കുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. പറയേ, എങ്ങനെയുണ്ടായിരുന്നു തസ്നീത്തായിട്ട് വർക്ക് ചെയ്തിട്ട്? നമ്മള് ഒക്കെ പല ഷെയ്ഡ്സും കണ്ടിട്ടുണ്ട്, മജീഷ്യനായിട്ട് കണ്ടിട്ടുണ്ട്, ആക്ട്രസ് ആയിട്ട് കണ്ടിട്ടുണ്ട്, കോമഡി ഷോസ് ചെയ്യുന്നുണ്ട്, സീരിയൽ, സിനിമ എല്ലാം. ബട്ട് ഡയറക്ഷൻ ഫസ്റ്റ് ടൈം ആണ് ഓഡിയൻസ് കാണുന്നത്. എങ്ങനെയുണ്ടായിരുന്നു ആസ് എ ഡയറക്ടർ വർക്ക് ചെയ്യാനായിട്ട്? നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. അതുകൊണ്ടാണ് എനിക്ക് ചെയ്യാൻ പറ്റിയ, അല്ലെങ്കിൽ ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. എനിക്ക് പറ്റില്ല, ചൂട് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷെ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത് എല്ലാ കാര്യങ്ങളും. ചൂട് സമയമായിരുന്നു. ഡയറക്ഷൻ മാത്രമല്ല, ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്ത് നടന്ന ചേച്ചി തന്നെയാണ്. ഒക്കെ കാര്യങ്ങൾ, സെറ്റിൽ എല്ലാ കാര്യങ്ങളും. പ്രൊഡ്യൂസറും കൂടിയാണ്. അതെ, അത് കാരണം നമ്മളിങ്ങനെ ഇപ്പോഴിങ്ങനെ സംസാരിക്കാറുണ്ട് ഫോണിൽ കൂടെ. സംസാരിക്കുന്ന സമയത്ത് ചേച്ചി എന്തെങ്കിലും ചെയ്യണം, നമുക്ക് എന്തെങ്കിലും ലേഡീസിന്. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ചെറിയൊരു കണ്ടന്റ് ഉണ്ട്, ഒരു ഇസ്തിരി ഇടുന്ന ഒരു പെണ്ണിന്റെ കഥ, പാവപ്പെട്ട ചേച്ചി. എന്നാ ഞാൻ പറ്റുമോ ചേച്ചി എന്ന് ചോദിച്ചത്. കാരണം അവള് മോഡൽ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അത്രയും ഡൗൺ വർത്ത് ആയിട്ടുള്ളൊരു ക്യാരക്ടർ അല്ലേ. അപ്പം ഞാൻ പറ്റുമോ ചേച്ചി എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, പറ്റിക്കാം, അതൊന്നും പ്രശ്നമൊന്നുമില്ല, താല്പര്യം ഉണ്ടോയെന്ന് ചോദിച്ചു. ചേച്ചി എത്ര ബഡ്ജറ്റ് എങ്ങനെ വരും എന്ന് ചോദിച്ചു. അപ്പം നമുക്ക് നോക്കാം, 2 ദിവസത്തെ വർക്കല്ലേ, ഷോർട്ട് ഫിലിം അല്ലേ, 2 ദിവസം 10 മിനിറ്റ് നേരത്തെ കാര്യമല്ലേ. അപ്പോൾ നമ്മളിങ്ങനെ ആലോചിച്ച് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് ചെയ്യണമെങ്കിൽ നല്ല സെറ്റപ്പ് ചെയ്യണം. യൂണിറ്റ് കാര്യങ്ങൾ എല്ലാം, പ്രൊഡക്ഷൻ സൈഡ്, ഫുഡ് കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണമല്ലോ. പിന്നെ ആർട്ടിസ്റ്റുകളുടെ നമ്മൾ വെറുതെ ആരും വിടാൻ പാടില്ല, എല്ലാവരും ഒന്ന് സന്തോഷിപ്പിച്ച് വിടണം. പിന്നെ ഒക്കെ മിക്കതും പുതുമുഖങ്ങളാണല്ലോ, കണ്ടിട്ടുണ്ടല്ലോ. അപ്പൊ ഞാനാണെങ്കിൽ സ്റ്റേഡിയത്തിൽ നടക്കാൻ പോകുന്ന ആളാണ്, ഇന്റർനാഷണൽ സ്റ്റേഡിയം രാവിലെ. അപ്പൊ അവിടെ കുറെ അറിയാവുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ കൂടിയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കൂടുതലും. ഇതിന്റെ അകത്ത് അതിന്റെ അകത്ത് സ്നേഹ എന്ന് പറയുന്ന ഒരു കുട്ടി, അല്ലെ സ്നേഹല്ലേ, അനിയത്തിയായിട്ട് അഭിനയിക്കുന്ന കുട്ടി ഒരു ആർട്ടിസ്റ്റാണ്. പിന്നെ ബീന ആന്റണിയുടെ മനോജിന്റെ മകൻ ശങ്കരു, ഇവര് 3 പേരാണ് ശരിക്കും ആർട്ടിസ്റ്റ് എന്ന് പറയാനുള്ളത്. അവന്റെ ഒരു ഇമോഷണൽ സീൻ ഉണ്ടല്ലോ, പോർഷനൊക്കെ ഞാൻ പാലോക്കും ചെയ്തു. എവിടെയോ പരിചയമുള്ളൊരു ഫേസ്, എന്ന് ആരാണെന്ന് മനസ്സിലായതുമില്ല. ഓക്കെ, ബീന ചേച്ചിയുടെയും മനുഷ്യരുടെയും മോനല്ലേ. അപ്പം അവര് 3 പേരാണ് കാര്യമായിട്ട്, ഇവരാണ് മെയിൻ ആയിട്ട് അതിൻ്റെ അകത്തുള്ളത്. പിന്നെ ഞങ്ങൾ പാട്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഫ്രഷ് ആണ്. യൂട്യൂബിലേക്ക് ആകുമ്പോൾ നമ്മൾ പാട്ടൊക്കെ ഫ്രഷ് ആവണം. അത് പാട്ട് പാടാൻ ഒരു പുതിയൊരു കുട്ടീൻ്റെ പാട്ടൊക്കെ എഴുതി, കഥ പറഞ്ഞു കൊടുത്ത് പാട്ട് എഴുതി ഞങ്ങൾ റെക്കോർഡ് ചെയ്യിപ്പിച്ചു.
ചെന്നൈയിൽ നിന്നാണ് ഇവിടുന്ന് എഡിറ്റ് ചെയ്തിട്ട് ചെന്നൈയിലാണ് മിക്സിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പം അത് പ്രൊഫഷണൽ രീതിയിൽ തന്നെ ഞങ്ങൾ ചെയ്തു. അങ്ങനെ സന്ധ്യയുടെ ഡബിങ് എല്ലാം സെൽഫ് ആയിരുന്നു എല്ലാം? അല്ല, വേറെ ആള് എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. അത് അത്രയും ഒരു ഇത് കിട്ടാൻ മോഡുലേഷൻ വരാനായിട്ട്. പക്ഷെ നല്ല സിങ്ക് ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു സെൽഫ് ഡബിങ് ആയിരിക്കും. ആദ്യം വേറെ ആളെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തത്. അപ്പൊ അത് സിങ്ക് ആവാത്തതുകൊണ്ട് വേറൊരു കുട്ടിയെ വെച്ചിട്ട് പിന്നെ നമ്മളത് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒക്കെ നമ്മൾ നോക്കണം, ശ്രദ്ധിക്കണമല്ലോ നമ്മളെ കാര്യങ്ങളൊക്കെ. അതെ, ഇത് ഫസ്റ്റ് ടൈം ചെയ്യാണ്. ഫസ്റ്റ് ഷോട്ട് ഫസ്റ്റ് ടേക്കിൽ തന്നെ റെഡി ആയിട്ടുണ്ടായിരുന്നോ? ആദ്യമൊക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു. കുറച്ചൊക്കെ ഭയങ്കരമായിട്ട് ഞാൻ സന്ധ്യയോട് പറഞ്ഞു, സന്ധ്യ അഭിനയിക്കരുത്, ബിഹേവിങ് ആണ് നമുക്ക് വേണ്ടത്. അപ്പം പറഞ്ഞു തന്ന പോലെ കണ്ണാ എന്ന് വിളിക്കുമ്പോൾ അത് ആർട്ടിഫിഷ്യൽ തോന്നണ്ട, വെറുതെ അങ്ങ് കണ്ണാ. നമ്മൾ വീട്ടിൽ കണ്ണനെ എങ്ങനെ വിളിക്കും, അനിയനെ എങ്ങനെ വിളിക്കും, അതുപോലെ ചെയ്താൽ മതി തോന്നുന്നു. അപ്പൊ പിന്നെ അതനുസരിച്ച് പിന്നെ ഒക്കെ അങ്ങനെ ആയിരുന്നു. ഈ സ്വന്തം ഫാമിലീനെ ഇത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്ത ഒരു പെൺകുട്ടിയുടെ ഇതായിരുന്നല്ലോ. എപ്പോഴെങ്കിലും സ്വന്തം ലൈഫായിട്ട് റിലേറ്റബിൾ ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നോ? നമ്മളൊക്കെ അങ്ങനത്തെ ആൾക്കാരല്ലേ, ഫാമിലിക്ക് വേണ്ടിയല്ല നമ്മൾ ജീവിക്കുന്നത്. ഫാമിലിക്ക് വേണ്ടി. പിന്നെ അത്രയും നമ്മൾ ഈ ക്യാരക്ടറിനനുസരിച്ച് കഷ്ടപ്പാടില്ല എന്ന് മാത്രം. പക്ഷെ നമുക്ക് നമ്മുടേതായ രീതിയിലുള്ള കഷ്ടപ്പാടുകൾ. എല്ലാവരും വിചാരിക്കും ഇപ്പം ഓക്കെ അവരൊക്കെ ആർട്ടിസ്റ്റുകളല്ലേ, എപ്പോഴും AC യിലല്ലേ, ഒന്നും ഇല്ലല്ലോ, പുത്തം ഉടുപ്പിടാം. പക്ഷെ അങ്ങനെ അല്ലല്ലോ. നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ തന്നെയാണ്. നമ്മൾ അടുക്കളയിൽ കയറും, ജോലി ചെയ്യും, പാത്രം കഴുകും, വാഷിംഗ് മെഷീനിൽ തുണിയിടും, കൊണ്ടുപോയി സെർവൻ്റ് ഉണ്ടായാലും. സെർവൻ്റ് എന്ന് പറയുമ്പോൾ സ്ഥിരമല്ലെങ്കിലും നമുക്ക് ചിലപ്പോൾ ഒട്ടും വയ്യാത്ത സമയങ്ങളുണ്ടാവും, ഷൂട്ടിംഗ് തിരക്കുകളുണ്ടാവും. ആ സമയത്തൊക്കെ ഹെൽപ്പ് ചെയ്യാൻ ആരെങ്കിലും വരും. അല്ലാതെ നമ്മൾ തന്നെയാണ് വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. ഇപ്പൊ സന്ധ്യ ആയാലും, ഇപ്പൊ സന്ധ്യക്ക് സ്ഥാപനമൊക്കെ ഉള്ള ഒരു ബിസിനസ് ലേഡിയും കൂടിയാണ് സന്ധ്യ. സ്വന്തമായിട്ട് അല്ലേ, പാർലറൊക്കെ ഉണ്ട്, 3 എണ്ണം ഉണ്ട്. എന്നാലും സന്ധ്യയുടെ വീട്ടിൽ പോയാൽ സന്ധ്യ തന്നെയാണ് അവിടെ സന്ധ്യക്ക് ആവശ്യമുള്ളത് കുക്ക് ചെയ്തെടുക്കുന്നതും ഒക്കെ വൃത്തിയാക്കുന്നതും നീറ്റ് ആക്കുന്നതൊക്കെ പുള്ളിക്കാരി തന്നെയാണ്. ഞാൻ പറഞ്ഞത് ഇപ്പം ഈ നമ്മുടെ ജോബ് നോക്കുകയാണെങ്കിലേ, ഈ പറയുന്ന ആക്ടിങ് ഒക്കെ ആണെങ്കിലേ നമുക്കൊരു ഗവൺമെന്റ് ജോലി പോലെ സ്ഥിരമായിട്ടുള്ളതല്ല. നമുക്കിപ്പോ ഒരു അടുപ്പിച്ചിപ്പോ 2 മാസം ഷൂട്ടില്ലാതിരുന്നു കഴിഞ്ഞാൽ അതിന്റെ സ്ട്രെസ് വേറെ അല്ലേ. അപ്പൊ ഇതിനും അത്രത്തോളം സ്ട്രെസ് ഉണ്ട്. വർക്ക് ചെയ്യുമ്പോഴും ഹാർഡ് വർക്ക് ഈസ് ഹാർഡ് വർക്ക് അല്ലേ. തീർച്ചയായിട്ടും. അപ്പോൾ അതാണെങ്കിൽ ഞാനത് ആലോചിച്ചത്, ഞാൻ ഇത്രയ്ക്ക് ഇപ്പൊ ഇതുപോലെ ഡയറക്ട് ചെയ്ത സമയത്ത് ഇതേപോലൊരു സ്ട്രോങ് വുമൻ ആണല്ലോ. അപ്പൊ ഞാൻ ആലോചിച്ചു സ്വന്തം ലൈഫായിട്ടും റിലേറ്റബിൾ ആയിട്ട് തോന്നിക്കാണ്. ഒരുപാട് പറഞ്ഞു കൊടുക്കുമ്പോഴും ഇവർ അഭിനയിക്കുമ്പോഴും ഞാൻ കരഞ്ഞിട്ടുണ്ട് ക്യാമറന്റെ പുറകുന്ന്. കാരണം അത്രയും വിഷമം തോന്നിയിട്ടുണ്ട്. കാരണം ഒരു സ്വന്തം അനിയത്തിക്ക് വേണ്ടിയിട്ടൊരു ചേച്ചി അങ്ങനെ ചെയ്യാന്ന് പറയുമ്പോൾ, കുടുംബത്തിന് വേണ്ടി ചെയ്യാന്ന് പറയുമ്പോൾ അവരെങ്ങനെയെങ്കിലും രക്ഷപ്പെടട്ടെ എന്നാണ് ആഗ്രഹം അല്ലേ. അപ്പൊ അതൊക്കെ നമുക്ക് തോന്നുമ്പോൾ നമ്മുടെ സിസ്റ്റർ ഇപ്പൊ രക്ഷപ്പെട്ടു, നല്ല കുടുംബമായിട്ട് ജീവിക്കുന്നു. അപ്പൊ അതിന്റെ പുറകിൽ നമ്മൾ ഒരുപാട് വർക്ക് ചെയ്തിട്ടല്ലേ നമ്മുടെ സിസ്റ്ററെ നമ്മൾ രക്ഷപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ അതും ഇതൊക്കെ ഏകദേശമൊക്കെ സാമ്യമുണ്ട്.